നടി കനികയെ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. മലയാളത്തിലും തമിഴിലുമെല്ലാം ഹിറ്റ് സിനിമകൾ ചെയ്ത നടിയാണ് കനക. അമ്മ നടി ദേവികയുടെ പാത തുടർന്ന് അഭിനയ രംഗത്തെത്തിയതാണ്. അമ്മയുടെ മരണം കനകയെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിപ്പിച്ചത്. അമ്മ മരിച്ചതോടെ കനിക വളരെയധികം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു തുടങ്ങി. കനക കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കനകയുടെ അച്ഛനുമായി വേർപിരിഞ്ഞതാണ്. ഇവർ തമ്മിൽ സ്വത്തു തർക്കവും ഉണ്ടായിട്ടുണ്ട്. കനകയെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ കനകയുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അതിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ദിവസം കനകയെ വീണ്ടും കണ്ടുമുട്ടിയെന്നും കനക ആ സമയത്ത് താങ്കൾ ആരായിരുന്നു എന്നായിരുന്നു ചോദിച്ചത്. കനകയെ ഒരുപാട് ഉപദേശിച്ചതാണ്. പക്ഷേ അവൾക്ക് വിദ്യാഭ്യാസം കുറവാണ്. അമ്മ മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നല്ലതല്ല എന്ന് 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. കല്യാണം കഴിച്ച് ഒരു അനന്തരാവകാശിയെ തരണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവിക ഒരു ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത്. അന്ന് വിൽപത്രം എഴുതിയിരുന്നില്ല. കനക മറ്റാരെക്കൊണ്ടോ ദേവികയുടെ വ്യാജ ഒപ്പിട്ട് വിൽപത്രം തയ്യാറാക്കി. എന്നിട്ട് എനിക്കെതിരെ കേസ് നൽകി. ഈ വീട് എൻ്റെ പേരിലാണ്. ആ കേസിൽ ഞാൻ ജയിച്ചു. അതിനുശേഷം കനക എനിക്കെതിരെ കേസ് കൊടുത്തു. വിൽപത്രത്തിൻ്റെ കോപ്പി എനിക്ക് അയച്ചിരുന്നു. അതിലെ കൈയക്ഷരം മാറിയിരുന്നു. ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാനും വന്നു. ഞാനന്ന് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ശേഷമാണ് കനക വന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മ നിന്നെ വളർത്തിയല്ലോ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്. 3 വയസ്സ് വരെ മാത്രമേ ഞാൻ അവളെ കണ്ടിരുന്നുള്ളൂ. ദേവിക മകളെ എന്നെ ഒരിക്കലും കാണാൻ സമ്മതിച്ചില്ല. ഞാൻ സ്കൂളിൽ പോയി കാണാൻ നോക്കുമ്പോൾ സ്കൂളിൽ നിന്നും മാറ്റുകയാണ് ചെയ്തത്. അവളുടെ പഠിപ്പ് മുടങ്ങിപ്പോകുമെന്ന് കരുതിയതിനാൽ ഞാൻ പോകാതെയായി. എന്തായാലും ഞാൻ വളരെയധികം വിഷമത്തിലാണ്.